അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ പരിപാടി നമ്മൾ വണ്ടിൻ്റെ പാക്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഒന്ന് കഴുകിയിട്ടുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങൾ വൈപ്പറൊന്ന് മാറ്റി വേറെ പ്രത്യേക പണിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പാക്സ് എടുത്തില്ലെങ്കിൽ എന്തൊക്കെ ഫൈൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിവിടെ വെറുതെ 100 റിയാൽ ഇട്ടു, 115 അങ്ങനെ എന്തോ ഉള്ളൂ. പാക്സ് എടുക്കാൻ 130. നിയമം വന്നിട്ടുണ്ട്. പുതിയ നിയമമല്ല, പഴയതായിട്ടുള്ള നിയമം തന്നെ. അതൊന്ന് പുതുക്കിയിട്ടുണ്ട്. പാക്സ് ഇല്ല എന്നുണ്ടെങ്കിലും ഫൈൻ ഉണ്ട്. 300 റിയാലോ അങ്ങനെ എന്തോ ഫൈൻ ഉണ്ടല്ലോ. 100 റിയാലായിരുന്നു ആദ്യം. അപ്പം വെറുതെ നമ്മളെന്തിനാ പൈസ കൊടുക്കണേ? പേപ്പർ ഒക്കെ ഫിറ്റായി കറക്റ്റായിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്താൽ നമുക്ക് ഓക്കെയാണ്. ഞാൻ 2 ദിവസം മുമ്പ് പാക്സ് ബുക്ക് ചെയ്തിരുന്നു. ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം കറക്റ്റ് ആകുമ്പോൾ പോയി അവിടെ എത്തിയാണ്ട് ബുക്ക് ടെസ്റ്റ് എടുക്കാൻ പോരാ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. അവിടെ സ്റ്റിക്കർ ഇട്ടും ബാർകോഡ് സ്കാനിങ് ഒക്കെ ഉള്ള ഒരു സ്റ്റിക്കർ ഇട്ടു. സാധാരണ ആദ്യമൊക്കെ ഒരു വട്ടത്തിലുള്ള ഒരു സ്റ്റിക്കറായിരുന്നു ഇട്ടിനി, ഓരോ ഇയറും ദിവസവും ഉള്ള. അപ്പോൾ ബാർകോഡാണ്. അതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇനി ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ, മേലെ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സ്കാനിങ് ആവും. അത് അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റം ആവും. പുതിയ സിസ്റ്റം അപ്ഡേറ്റഡ് ആണല്ലോ എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മൾ പാക്സ് നമുക്ക് കിട്ടിയത് ഞാൻ റഹാലിലായതുകൊണ്ട്, ജിദ്ദയിലെ റഹാലിലായതുകൊണ്ട് എനിക്ക് അടുത്തുള്ള പാക്സിന് ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു ഉസ്മാനാണ് തോന്നുന്നത്. അയ്യൽമറവുണ്ട്. അയ്യൽമറവയാണ് സാധാരണ പോലെ. അവിടെ ഭയങ്കര തിരക്കാവും, എല്ലാവരും വരുന്ന ഒരു ഏരിയയാണ് അയ്യൽമറവ. അപ്പോൾ നമ്മൾ ഉസ്മാനിൽ പുതിയ വർക്ക്ഷോപ്പ് ഏരിയകളൊക്കെ ഉള്ള, പുതിയതായിട്ടല്ല കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഉസ്മാനിൽ തന്നെ വർക്ക്ഷോപ്പ് ഏരിയകൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ്. ഇൻഷാ അല്ലാഹ് ഫാക്സ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ആദ്യം ഫാക്സിൻ്റെ സ്റ്റിക്കറൊക്കെ വന്നിരുന്നത് ഒരു റൗണ്ട് ടൈപ്പിലാണ് കേട്ടോ. ഇപ്പോൾ സ്ക്വയർ ടൈപ്പിലാണ്. ഫാക്സിൻ്റെ ബാർകോഡൊക്കെ ആയിട്ട് ചെറിയൊരു സ്റ്റിക്കർ അപ്പോൾ വരുന്നത്. അതിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ്, വണ്ടി ഓക്കെ ആണോ അല്ല എന്നുള്ള ഡീറ്റെയിൽസ് അതിൽ കിട്ടും. എത്ര ടൈമുണ്ട് വാക്സ്, എത്ര ഇയർ, നമുക്ക് എന്നാൽ പുതുക്കേണ്ട കാര്യങ്ങളൊക്കെ മുമ്പിൽ നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഏകദേശം അതിൻ്റെ തൊട്ടടുത്തെത്തി. ഈ ഏരിയയാണ്, ഞാൻ ഈ അടുത്താണ് നമ്മളെ ഫാക്സ് കാര്യങ്ങൾ ടെസ്റ്റ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇതിൻ്റെ നേരെ ഉള്ളിലേക്ക് കയറി അവിടെ അടുത്ത് ലൊക്കേഷൻ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഫാക്സ് എടുക്കാൻ വണ്ടി ഇങ്ങോട്ട് വരുന്നത്. ഇതിന് മുമ്പ് എന്തോ വണ്ടിൻ്റെ വേറെ ഏതോ വണ്ടിൻ്റെ ഷോറൂം ഇവിടെ ജിലിൻ്റെ ഷോറൂം ഇവിടെ ഉണ്ട്, അവിടേക്ക് വരുന്നിരുന്നു. ചൈനൻ്റെ ഏതോ വണ്ടിൻ്റെ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ല സർവീസിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ എല്ലാ സാധനം വർക്ക്ഷോപ്പ് സ്പെയർ പാർട്സ് ഒക്കെ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചെറിയ ചീപ്പിന് നമുക്ക് കുറേ ചെക്ക് ചെയ്യാൻ കഴിയും. കാരണം ഒരുപാട് വർക്ക്ഷോപ്പ് ഉണ്ട്, ഒന്നല്ലെങ്കിൽ അടുത്തുണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഇവിടെ ഫുള്ളായിട്ടൊരു വർക്ക്ഷോപ്പിൻ്റെ ഏരിയ, ബോഡി വർക്ക്ഷോപ്പ്, പെയിൻറ്റിങ് വർക്ക്ഷോപ്പ്, വണ്ടിൻ്റെ എല്ലാ സകല കുലാവി പരിപാടി ഉണ്ട്. എഞ്ചിന് വരെ മാറ്റി വെച്ചിട്ട് തരും വേണമെന്നുണ്ടെങ്കിൽ. ഫാക്സ് എടുക്കാനും കുറേ സെറ്റപ്പുകളും ഉണ്ട്. നമുക്ക് ഫാക്സ് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് എന്തെല്ലാം വർക്കുകൾ ഫാക്സ് എടുക്കാനുള്ള സെറ്റപ്പ് വണ്ടി ആക്കി തരും. ഇനി മെയിൻ ക്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് മെയിൻ ക്ലാസ് സാധാരണ ഒപ്പിച്ചു തരും. ചെറിയ പൈസക്ക് മെയിൻ ക്ലാസ് ഒപ്പിച്ചു തരും. ടയർ വേണമെങ്കിൽ താൽക്കാലികമായിട്ട് മാറ്റി തരും. പിന്നെ നമുക്ക് നമ്മളെ ടയർ തന്നെ കിട്ടും. ഇനി എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റാക്കി തരും, ചെറിയ പൈസ കിട്ടും. ജലദോഷം ആയതുകൊണ്ട് സംസാരത്തിനൊക്കെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ജലദോഷവും പനിയും 2 ദിവസം മുമ്പ്. പിന്നെ ഈ സമയത്ത് നമ്മൾ തന്നെ വർക്കിന് നമ്മൾ തന്നെ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് മാത്രം ഇറങ്ങിയതാണ്. കാരണം 2 ദിവസമായിട്ട് ഭയങ്കര മേലും കൈ വേന, പനി, ജലദോഷം, കഫക്കെട്ടില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അസ്ഫാലിലെത്തിയിട്ടുണ്ട്. വണ്ടിൻ്റെ ഏകദേശമൊക്കെ ഓക്കെയാണ്. ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ മറ്റേ കൂളിംഗ് ഫിലിം കുറച്ച് അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ തള്ളിക്കുണ്ട്, വെയിലുണ്ടാണ്ട് എരപ്പായിട്ടുണ്ട്. മാറ്റേണ്ടി വരും ചിലപ്പം, അധികം മാറ്റേണ്ടി വരില്ല. വണ്ടിനെ ബാധിക്കേണ്ട ഗ്യാസല്ല. ഇൻസ്പെക്ഷൻ ഒന്നും വരില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവര് മാറ്റാൻ പറയുന്നു, അല്ലാതെ പിന്നെ ഇൻസ്പെക്ഷന് കാണിക്കാനൊന്നും പറയാൻ സാധ്യതയില്ല. നമ്മൾ വണ്ടിൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിന് പൈസ മറ്റേ ഉള്ളിൽ കയറാനുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പൈസ 115 റിയാൽ. ചെറു വണ്ടിക്ക്, വലിയ വണ്ടിക്ക് എത്രയാണോ 130 140 കേൾക്കാനോ 175 അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വണ്ടിൻ്റെ ഇതെടുത്ത് എന്താവും അവസ്ഥ അറിയില്ല. ഉള്ളിലത്തെ കാണിച്ചു തരാം എങ്ങനെ ടെസ്റ്റ് എടുക്കും. ഇവിടെ വണ്ടി ഇട്ട ശേഷം കുറച്ച് നേരം ഫ്രണ്ടിലാക്കി ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട ശേഷം നമ്മൾ നേരെ ഇതിൻ്റെ അപ്പുറം ഭാഗത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റും, വണ്ടിൻ്റെ പൊത്തുമടിയുണ്ടോ, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, എല്ലാ സെറ്റപ്പും, വണ്ടിക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുണ്ടോ, ഇനിയിപ്പോൾ എഞ്ചിൻ പണിയുണ്ടോ, മറ്റേ പണിയുണ്ടോ, എല്ലാം ഓല് ചെക്ക് ചെയ്തിട്ടാണ് തരും.
നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ അത് മുറിച്ച് ഏച്ചുട്ടിയ വണ്ടിയാണെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഗേസ് നമ്മളെ വണ്ടിൻ്റെ ടെസ്റ്റ് പാസ്സായി. ഫ്രണ്ടിൽ ഒരു ബാർകോഡുള്ള ഒരു സ്റ്റിക്കർ ഇട്ടു. അങ്ങനെയാണ് ടെസ്റ്റ് പാസ്സായല്ലേ. ഞാൻ വണ്ടിൻ്റെ അടിയൊക്കെ കഴിക്കണം വിചാരിച്ചിട്ടുണ്ട്. വല്ല അടിയൊക്കെ നോക്കുന്നു. അത് വിഷയമല്ല, വിഷയമാണ്. നമ്മളെ വണ്ടി കുറച്ച് വലിയ കുഴപ്പവും കാര്യങ്ങളും തട്ടലും മുട്ടലും കിട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ തിരക്കടില്ല, പൊട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് പാസ്സായതിന്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തില്ല, സുഖമായിട്ട് പോകണം. വേറെ എന്തെല്ലാം വിശേഷങ്ങൾ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വണ്ടിൻ്റെ ടെസ്റ്റ് പാസ്സായി. ഇനി വേറെ വിഷയവും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. ഒന്ന് സ്ലീപ്പ് ആവണം, അതാണ് ഇപ്പോൾ മെയിൻ ലക്ഷ്യം. കാരണം നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്. മെയിൻ കാരണം ജലദോഷം, കഫക്കെട്ട് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാണാൻ നല്ലൊരു ബാർകോഡാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ അങ്ങനെ പറിച്ചെടുക്കണം. ഇത് പ്രാവശ്യം പുതിയത് കിട്ടി. ടെസ്റ്റ് ഒക്കെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ റൂമിലേക്ക് പോവാം. ഇതാണ് കാര്യങ്ങൾ. ആ റൂട്ട് പക്കത്ത് തന്നെയല്ലോ അവിടെ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് കിട്ടുന്നുണ്ട്. നേരെ പോവാം, എക്സിറ്റ് അടിക്കാം. അവിടെ കുറേ ഫുൾ വർക്ക്ഷോപ്പ് വരെ. ഞാൻ വണ്ടീൻ്റെ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ ഇവിടെ പാസ്സാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മളെല്ലാ പരിപാടി പണ്ട് ചെറിയ പൈസ എടുത്തതുകൊണ്ട് നമുക്ക് പാസ്സാക്കട്ടെ, പാസ്സാവട്ടോ. അങ്ങനെ കുറേ പരിപാടികളുണ്ട് പ്രോപ്പറായിട്ടുള്ള. എപ്പോൾ നമ്മൾ മെയിൻ ക്ലാസ് ഒക്കെ പൊട്ടിയിട്ടും ഒക്കെ നമുക്ക് മാറ്റി താൽക്കാലികമായിട്ട് മെയിൻ ക്ലാസ് വെച്ചാണ്ട് അങ്ങനെയൊക്കെ പാസ്സാവും. ഇപ്പോൾ ചില സാധനം ബമ്പർ കൂടിയാണ്, പുതിയ ബമ്പർ വെക്കണ സിസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെന്താ പിന്നെ വേറെന്തില്ല. ഇവിടെയാണ് ഇപ്പോൾ അസ്ഫാന് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ കുറച്ച് മറ്റേ എന്താണ് സ്ഥലം പറയാ, വണ്ടിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പ് ഏരിയ, പഴയ ടെന്റ് കാര്യങ്ങൾ, സ്ഥിരാഹ് അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഏരിയ. നമ്മൾ ആദ്യം കുറച്ച് അങ്ങനെ ജിദ്ദൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയപ്പം ജിദ്ദൻ്റെ പുറത്താക്കി. പുറത്തൊരു ഏരിയ, എല്ലാ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒരു ഏരിയ എന്നുള്ള സങ്കല്പത്തിൽ ഒരു മല ഏരിയയാണിത്. ഒഴിഞ്ഞെടുക്കുന്ന ഒരു ഏരിയ. ഇപ്പം ഇതിനൊക്കെ പറ്റും വർക്ക്ഷോപ്പ് ഏരിയ ആകുമ്പോൾ പറ്റും. റോഡ് ഉണ്ടായാൽ മതിയല്ലോ, നല്ല സെറ്റപ്പ് റോഡുണ്ട്, തിരക്കും കുറവാണ്. നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവിടുന്ന് പോഞ്ഞൊരു സാധനത്തിന് അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ സാധനത്തിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ വണ്ടിൻ്റെ എല്ലാ ഷോറൂം, ഒരുവിധം വണ്ടിൻ്റെ ഡയോട്ടിൻ്റെയും എല്ലാത്തിൻ്റെ സ്പെയർ കിട്ടുന്ന ഇതുണ്ട്. സാധാ വർക്ക്ഷോപ്പ്, ലോക്കൽ വർക്ക്ഷോപ്പ്, ഷോറൂമോ ചില ഷോറൂമുകളൊക്കെ അവിടെ ഉണ്ടാവും. ചൈനൻ്റെ ജിലി വണ്ടിൻ്റെ ഒക്കെ ചില വണ്ടിൻ്റെ ഒന്നും ഷോറൂം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. ഷോറൂം ഇല്ലാത്ത ഷോറൂമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ സൈഡിലൊക്കെ കണ്ടില്ല, അങ്ങനെ ഓരോ ടെൻ്റായിട്ട് കെട്ടിക്കണേ. ഇതൊക്കെ സ്ഥിരാഹാണ്. സ്ഥിരാഹ് പറഞ്ഞാൽ അതിനൊക്കെ നല്ല വാടക ഉണ്ടാവും. 500 റിയാലോ 300 റിയാലൊക്കെ കയറും ലോക്കൽ സ്ഥിരാഹ്. കറണ്ട് വെളിച്ചൊക്കെ ഉണ്ടാവും. സോളാറേ കയറും. നല്ല സെറ്റപ്പായിട്ട് നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ മറ്റേ തുണി കൊണ്ടൊക്കെ വിരിച്ച ടെൻറ്റിൻ്റെ ഉള്ളിൽ നിൽക്കാം. ഈ കാലാവസ്ഥയിലൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടാവും. നല്ല തണുപ്പാണ്. ഇപ്പോൾ 23 ഡിഗ്രി തണുപ്പാണ്. എനിക്കാണെങ്കിൽ ജലദോഷവും പനി പിടിച്ചിട്ട് ആകെ സൗണ്ടൊക്കെ മാറി. ഇപ്പം ഇന്നലെ രാത്രിയാണ് ഒന്നൊരു മാറ്റം വന്നത്. മറ്റൊക്കെ ആകെ ഇടങ്ങാറേനെ. പക്ഷെ പണി ഉണ്ട്. നോമ്പായണ്ട് നമ്മൾ സുഖമില്ലാറിന് മാറിക്കണ ഒരു മോശമാണെന്നില്ലല്ലോ. ഓൽക്കുള്ള പരിപാടിയൊന്നും കഴിക്കാൻ വേറെ ആൾക്കാരേ ഇല്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക. അത്ര തന്നെ. നമ്മൾ മറ്റേ കൊരയും മറ്റേ ജലദോഷവും എല്ലാ പരിപാടിയും ഇനി നല്ല പനിയും വേനും കൈ വേന കണ്ടിന്. വേനും കൈ വേന അത്ര ഇല്ല. ഞാൻ വേനോട് പിടിച്ചുകൊണ്ട് വേനും കൈ വേന കുറേ വിട്ടി. പിന്നെ പനി ജലദോഷം തന്നെ. ഇനി തണുപ്പ് കാലാവസ്ഥയല്ലേ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെയുള്ള മല ഈ ഏരിയ കേട്ടോ ഒറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷേ ജിദ്ദയിൽ അത്ര അങ്ങോട്ട് പോരാനൊന്നുമില്ല. നമ്മളെ റഹാലിൽ നിന്ന് 10-20 കിലോമീറ്റർ പോകുന്നു കഴിഞ്ഞാൽ അവിടെ 20-22 കിലോമീറ്റർ ഫുൾ വർക്ക്ഷോപ്പ്. ഒരു വർക്ക്ഷോപ്പിൻ്റെ ഒരു ഗല്ലി, പിന്നെ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥിരാഹ്, പിന്നെ കുറേ കമ്പനികൾ, അതിനൊക്കെ പറ്റിയൊരു ഏരിയ. ഒഴിഞ്ഞ് ഒരു ശല്യമില്ലാത്ത സൈലൻ്റ് ഏരിയ. നമ്മൾ മക്കത്തിൽ നിന്നൊക്കെ പോരുമ്പം, മക്കത്തിൽ നിന്നൊക്കെ പഴയ മക്ക ഹിജറ റോഡ്, പഴയ മക്ക റോഡുണ്ടല്ലോ, അതിലിങ്ങനെ പോകുമ്പോൾ നമ്മൾ മക്ക മദീന റൂട്ട് അതിലിങ്ങനെ പോകുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഇതിൽ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക.
ഒന്നാമത്തെ മെയിൻ പ്രശ്നമാണ് ഈ ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട്. സംസാരിക്കാൻ ഒരു നേക്കിട്ടുണ്ടല്ലോ, തൊണ്ടയിൽ മറ്റേ കിച്ച് കിച്ച് അറിയില്ല, ആ സാധനം ഉണ്ട്, എന്തൊരു സാധനം ഉണ്ട് ഉള്ളത്, ആണ് വിഷയം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സംസാരിക്കുമ്പോഴൊന്നും നേക്കില്ല, കൊതു കയറിയില്ലല്ലോ. പിന്നെ അപ്പോൾ വണ്ടിന്റെ ടെസ്റ്റ് ഏകദേശം വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ട്. ഇത് 2020 വണ്ടി, ഇപ്പോൾ 25 വർഷമായാലും ചെറിയ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും എടുത്തില്ല. ഓയിൽ ചേഞ്ച് എടുക്കും, വണ്ടിന്റെ ടയർ മാറും. മെയിനായിട്ട് ഇപ്പോൾ ബെൽറ്റ് മാറി, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് ബെൽറ്റ് മാറി. പിന്നെ ഓയിൽ മാറും സാധനം പ്രോപ്പറായിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ മാറി. ഇപ്പം നിർത്തി, ഇപ്പോൾ പുറത്തുനിന്നാക്കി 1:40 ആയപ്പോൾ ഞാൻ പുറത്തുനിന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ് ഷോറൂമിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാര്യമില്ല എന്നല്ല, കാര്യം തന്നെ നല്ല പൈസ തരും. അപ്പോൾ അതിന് നല്ല പുറത്തുനിന്ന് ചേഞ്ച് ചെയ്യാം. ഓയിൽ ഒറിജിനൽ ഓയിൽ വാങ്ങാം, പുറത്തുനിന്ന് ചേഞ്ച് ചെയ്യാം. റേഡിയേറ്ററിലൊക്കെ നമ്മൾ കൂളൻ്റ് തന്നെ ഒഴിക്കാം. റേഡിയേറ്ററിൽ നമ്മൾ സാധാരണ എല്ലാവരും കൊടുന്നാണ്ട് പച്ചവെള്ളം ഒഴിക്കല്ലേ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വിഷയം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ റേഡിയേറ്റർ ഒന്നും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം തുരുമ്പോൾ ഒരു വേറെ കളറാവണം. റേഡിയേറ്റർ ആകുമ്പോൾ ഒരു സാധാരണ കമ്പനി പറയുന്നത് ഒരു 20,000 കിലോമീറ്റർ റേഡിയേറ്ററിൻ്റെ വെള്ളം ഒഴിവാക്കിയാണ്ട് പുതിയ വെള്ളം ഒഴിക്കാനാണ് പറയാം. ഒരു 20,000 ഉള്ള 40,000 ആയാലും കുഴപ്പമൊന്നുമില്ല, വെള്ളം ഒഴിവാക്കുക, ഫുള്ളായിട്ട് ഡ്രെയിൻ ആക്കുക, പുതിയ വെള്ളം ഒഴിക്കുക. ഒന്നും കൂടി ലൈഫ് കിട്ടും റേഡിയേറ്ററിന്. മറ്റേ ആ തുരുമ്പൊടിച്ച് ആകെ ചൂടായി ആകെ പ്രശ്നമായി. കാരണം ഒരു 40 റുപ്യ 50 റുപ്യ മുടക്കണേന് ഒറിജിനൽ വെള്ളത്തിന് 10-50 റുപ്യ 10 റിയാലും വെള്ളം കിട്ടും. പക്ഷെ അതൊന്നും ഒറിജിനലല്ല. അപ്പോൾ അത് ഒഴിക്കുക, ഫുള്ളായിട്ട് ഒഴിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കത് ഫില്ല് ചെയ്യേണ്ടി അവസ്ഥ വരുന്നില്ല. ഒരട്ടം ഫില്ലാക്കി കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 10,000-40,000 20,000 കിലോമീറ്റർ ഒരു 2-3 സർവീസ് തരാൻ ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞിട്ട് 20,000 പൈസ ഒക്കെ ഉള്ളവർ വലിയൊരു കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ 20,000 കിലോമീറ്ററിൽ നമ്മൾ റേഡിയേറ്ററിൻ്റെ വെള്ളം ചേഞ്ച് ആക്കുക, ഗിയർ ബോക്സ് ഓയിൽ ചെക്ക് ചെയ്യുക, പവർ സ്റ്റിയറിംഗ് ഓയിൽ ചെക്ക് ചെയ്യുക, വണ്ടിൻ്റെ മെയിൻ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഓയിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് മാറ്റണം. ഇത് ഞാൻ 10,000-ലാണ് മാറ്റല്. 10,000-ൻ്റെ സിന്തറ്റിക് ഓയിലാണ് വയ്ക്കല്. ടയോട്ടൻ്റെ ഒറിജിനൽ സിന്തറ്റിക് ഓയിലാണ് വയ്ക്കല്. 10,000-ൻ്റെ 5,000-ന് മാറ്റലോ 10,000-ന് മാറ്റലോ നല്ലത് എനിക്കറിയില്ല. 5,000-ന് മാറ്റുന്ന ഓയിൽ വയ്ക്കുമ്പോൾ സാധാ ഓയിൽ ലോക്കൽ സാധാ ഓയിൽ വയ്ക്കുക. സിന്തറ്റിക് ഓയിൽ മറ്റോ തമ്മിൽ മാറ്റം എന്താ വെച്ചാൽ സിന്തറ്റിക് 10,000 ഓടി കഴിഞ്ഞാലും വലിയൊരു കുഴപ്പമൊന്നും അതിന് കാണില്ല. അത് മറ്റേ വലിയ ടൈറ്റ് ആയിട്ടും നല്ല ബ്ലാക്ക് കളറായിട്ടും കാർബണിൻ്റെ ഡെപ്പോസിറ്റ് ഒന്നും കൂടുതലൊന്നുമില്ല. ആ റെഡ് കളർ ഡിഷ് കളറിൽ നിന്ന് കുറച്ചാണ് മാറുള്ളൂ 10,000 ഓടുമ്പോൾ. പക്ഷെ മറ്റേ 5,000 ഓടുമ്പോൾ നല്ല ഒരു ഇതാവട്ടോ, ഒരു ലോക്കൽ ഓയിൽ ഒഴിച്ചാലുള്ള കുഴപ്പം അതാണ്. ഒരു ഇതുണ്ടാവും, ഒരു മുരുമുരുപ്പുണ്ടാവും. മറ്റേ ഓയിലിന് കുറച്ച് മറ്റേ കാർബണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലേക്ക് ഇല്ല, അത്ര കാർബണിൻ്റെ ഡെപ്പോസിറ്റ് കാണുന്നില്ല മറ്റേ സിന്തറ്റിക് ഓയിലിൽ. ഇതിൻ്റെ ടയോട്ടൻ്റെ ഒറിജിനൽ ഓയിൽ മാറ്റമുണ്ടാവും. അതിനുള്ള വില ഉണ്ട്, 60 റിയാൽ 70 റിയാലൊക്കെ ഒരു ഡെപ്പൊക്കെ ഉണ്ട് ഒറിജിനലിൽ. ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പം ആ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി വേണമല്ലോ. ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആ സാധനം ഒറിജിനൽ വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല.